ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിലെ 39 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 40-41 ശ്ലോകങ്ങൾ നോക്കാം. 40. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരം തപാ യേഷതോദ്ദേശത പ്രോക്തോ വിഭൂതിർവിസ്തരോ മയാ. പരം തപാ, ഹേ ശത്രുനാശക, അർജുനനെ അഭിസംബോധന ചെയ്യുന്നതാണ്. ദിവ്യാനാം, ദിവ്യങ്ങളായ, മമ എൻ്റെ, വിഭൂതീനാം വിഭൂതികൾ അഥവാ മഹിമകൾക്ക്, അന്തഃ ന അസ്തി അവസാനമില്ല തന്നെ. തു എന്നാൽ, വിഭൂതേ ഈ വിഭൂതികളുടെ, യേഷഃ വിസ്തരഃ ഈ വിവരണം, ഈ ശ്ലോകങ്ങളിലൂടെയൊക്കെയുള്ള ഈ വിവരണം, ഉദ്ദേശതഃ ചുരുക്കത്തിൽ, അതായത് ഏതാനും ഉദാഹരണങ്ങൾ മാത്രം, മയാ പ്രോക്തഃ ഞാൻ പറഞ്ഞതാണ്. ഹേ ശത്രുനാശകനായ അർജുന, ദിവ്യങ്ങളായ എൻ്റെ ഈ വിഭൂതികൾക്ക് അഥവാ മഹിമകൾക്ക് അവസാനമില്ല. എന്നാൽ ഈ വിഭൂതികളുടെ ഈ വിവരണം ചുരുക്കത്തിൽ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറഞ്ഞതാണ്. ഈശ്വരൻ്റെ വിഭൂതികൾക്ക് അഥവാ മഹിമകൾക്ക് അന്തമില്ല. അവ അനന്തമാണ്, എണ്ണിയാൽ തീരാത്തതാണ്. എങ്കിലും അർജുനൻ്റെ ജിജ്ഞാസ ശമിപ്പിക്കുവാൻ വേണ്ടി ഏതാനും ചില ഉദാഹരണങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഭഗവാൻ ചെയ്തത്. അതാണ് ഈ ശ്ലോകം പറയുന്നത്. അടുത്ത 41-ാമത്തെ ശ്ലോകം നോക്കാം. യദ്യത് വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ വാ തത്തദേവാവഗച്ഛത്വം മമ തേജോംശസംഭവം. വിഭൂതിമത് മഹിമകൾ നിറഞ്ഞതും, ശ്രീമത് ഐശ്വര്യം അഥവാ സൗന്ദര്യം നിറഞ്ഞതും, ഊർജിതം ഏവവ ഊർജസ്വലവുമായി, യത് യത് സത്വം ഏതെല്ലാം ഉണ്ടോ, തത് തത് അവയെല്ലാം, മമ എൻ്റെ, തേജോ അംശസംഭവം തേജസ്സിൻ്റെ അഥവാ മഹിമയുടെ അംശത്തിൽ നിന്നുണ്ടായത്, ഏവ എന്നു തന്നെ, ത്വം അവഗച്ഛ നീ ധരിക്കുക. മഹിമകൾ നിറഞ്ഞതും ഐശ്വര്യയുക്തവും സൗന്ദര്യവത്തും ഊർജസ്വലവുമായി ഈ പ്രപഞ്ചത്തിൽ ഏതെല്ലാം ഉണ്ടോ അവയെല്ലാം എൻ്റെ മഹിമയുടെ അഥവാ തേജസ്സിൻ്റെ അംശത്തിൽ നിന്നുണ്ടായതാണ് എന്നു തന്നെ നീ ധരിക്കുക. തേജസ്സുറ്റതും സുന്ദരവും ഐശ്വര്യപൂർണവും മഹിമകൾ നിറഞ്ഞതായിട്ടുള്ളതെന്തും ഭഗവത് വിഭൂതിയുടെ ആവിഷ്കാരമാണ്, ഭഗവത് മഹിമയുടെ അംശങ്ങളാണ് എന്ന് നീ അറിയുക അർജുന. അവയിലെല്ലാമുള്ള തേജസ്സും സൗന്ദര്യവും ഐശ്വര്യവും എല്ലാം ഭഗവത് മഹിമയുടെ പ്രതിഫലനങ്ങളാണ്. ആഭരണങ്ങളിൽ സ്വർണമെന്ന പോലെ ആഭരണം പലതായിരിക്കാം, പക്ഷേ അതിൻ്റെ ഉണ്മ അഥവാ സത്ത സ്വർണമാണ് എന്ന് പറഞ്ഞതുപോലെ പ്രപഞ്ച വസ്തുക്കൾ പലതാകാം, എന്നാൽ അവയുടെ എല്ലാം ഉണ്മ സത്ത അത് ഭഗവാനാകുന്നു.
അത് ബോധ്യപ്പെടുത്തുന്നതിനാണ് ഭഗവാൻ ഈ ഉദാഹരണങ്ങളെല്ലാം അർജുനനോട് പറഞ്ഞത്. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം താനാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിലും ഭാവത്തിലും ഗുണങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാന്റെ ആ മഹിമയാണ്. അതിന് അന്തമില്ല. ആദി അന്തമില്ലാതെ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവത് വിഭൂതിയാണ് എല്ലാറ്റിലും പ്രതിഫലിക്കുന്നത് എന്ന് ഭഗവാൻ പറയുകയാണ് ഈ ശ്ലോകങ്ങളിലൂടെ. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.